മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 5ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയത് ഒരു വിൻഡോസിൻ്റെ വിർച്വൽ മെഷീൻ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാമെന്നും അതിലോട്ട് നമുക്കൊരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ക്ലയൻറ്റ് ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ സെഷനിൽ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് ലിനക്സിലുള്ള ഒരു വിർച്വൽ മെഷീൻ എങ്ങനെ നമുക്ക് മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ ഡിപ്ലോയ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലുള്ള ബാക്കി ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസിലെല്ലാം ഞാൻ മുമ്പുള്ള സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് കടക്കാം. മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഫ്രീ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ ഫ്രീ സർവീസസ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫ്രീ സർവീസസ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ നിന്നുള്ള സെലക്ഷൻ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ സെർച്ച് ബോക്സിൽ ഫ്രീ സർവീസസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് എല്ലാം ഈ പേജിൽ ലിസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കാനുള്ള ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ലിനക്സിൻ്റെ വിർച്വൽ മെഷീനാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഡിപ്ലോയ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ലിനക്സ് വിർച്വൽ മെഷീൻ്റെ ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മൾ വിൻഡോസിൻ്റെ വിർച്വൽ മെഷീൻ ചെയ്ത പോലെ തന്നെ മെത്തേഡ്സ് എല്ലാം സെയിം തന്നെയാണ്. കുറച്ച് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കറക്റ്റായിട്ട്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫ്രീ അക്കൗണ്ട് ഡിഫോൾട്ടായിട്ട് പറയാം. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. നമുക്ക് അത് തന്നെ ചൂസ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ റിസോഴ്സ് ഗ്രൂപ്പ് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു റിസോഴ്സ് ഗ്രൂപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സ് ഗ്രൂപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. റിസോഴ്സ് ഗ്രൂപ്പിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഐഡിയ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മുമ്പത്തെ ആ സെഷൻ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വിർച്വൽ മെഷീൻ ഒരു നെയിം കൊടുക്കാം. ലിനക്സ് VM എന്ന് പറഞ്ഞൊരു നമുക്ക് നെയിം കൊടുക്കാം. അതുപോലെ ഇപ്പോൾ റീജിയൻ സെലക്ഷൻ നമുക്കിപ്പോൾ ഫ്രീ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റീജിയൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് ഇന്ത്യയിലെ റീജിയൻ നമുക്ക് ഏഷ്യ പസഫിക് സെലക്ട് ചെയ്യാം. ഏത് റീജിയൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏഷ്യ പസഫിക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സെലക്ട് ചെയ്യുകയാണ്. ബാക്കി ഇവിടുത്തെ അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും ഞാൻ മാറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഈ ലിസ്റ്റ് ഇരിക്കുന്ന ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള സൈസാണ് നമുക്ക് ഫ്രീ അക്കൗണ്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രീ അക്കൗണ്ട് എലിജിബിൾ ആയിട്ടുള്ള സൈസാണ് ഇപ്പോൾ ഈ സെലക്റ്റഡ് ആയിരിക്കുന്നത് ഓൾറെഡി. അപ്പോൾ അത് ഞാൻ അതിലൊന്നും മാനിപ്പുലേഷൻസ് ഒന്നും വരുത്തുന്നില്ല. പിന്നെ അതുപോലെ ലിനക്സ് ആയതുകൊണ്ട് ഓതൻറ്റിക്കേഷൻ രണ്ട് ടൈപ്പ് ഓഫ് ഓതൻറ്റിക്കേഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമുക്ക് SSH കീ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. രണ്ട് നമുക്ക് പാസ്വേഡ് മെത്തേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് മെത്തേഡ് ആണെങ്കിൽ നമുക്കിപ്പോൾ വിൻഡോസിനെല്ലാം ചെയ്തതുപോലെ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിൽ നിന്നുകൊണ്ട് ഒരു SSH ക്ലയൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ മതി, നമുക്ക് കണക്റ്റ് ആയി കിട്ടും. അത് നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അത് പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്ക് വിൻഡോസിൽ ചെയ്ത ആ സെയിം മെത്തേഡാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് SSH പബ്ലിക് കീ എന്ന് പറഞ്ഞൊരു ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഒരു പ്രൊഫഷണൽ വേയിൽ ഓർഗനൈസേഷൻസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു SSH കീ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന മെത്തേഡായിരിക്കും, പാസ്വേഡ് അല്ലാതെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്കിപ്പോൾ ഒരു യൂസർ നെയിം ഇവിടെ അഷ്യൂർ യൂസർ എന്നും പറഞ്ഞിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂസർ നെയിം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ ഈ ഡിഫോൾട്ട് യൂസർ നെയിം തന്നെ യൂസ് ചെയ്യുകയാണ്. അതുപോലെ SSH പബ്ലിക് കീ സോഴ്സ് ജനറേറ്റ് ന്യൂ കീ പെയർ. അപ്പോൾ ഓൾറെഡി നമ്മൾ കീ പെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് പുതുതായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് എക്സിസ്റ്റിംഗ് കീ സ്റ്റോർഡ് ഇൻ അഷ്യൂർ കൊടുക്കാം. അപ്പം എന്നിട്ട് ഇവിടെ സെലക്ട് കീ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു കീ വെച്ചിട്ടുണ്ടെങ്കിൽ അതോടെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേസിൽ ഇപ്പോൾ ഓൾറെഡി ഒരു കീ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജനറേറ്റ് ന്യൂ കീ പെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പേര് കൊടുക്കാം കീ പെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനും ലിനക്സ് VM എന്ന് പറഞ്ഞിട്ട് ലിനക്സ് VM നമുക്ക് കീ എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു കീ പെയറിന് ഞാനൊരു നെയിം കൊടുത്തത്. ലിനക്സ് VM കീ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ കീ പെയറിനൊരു നെയിം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഓപ്ഷൻ നമുക്ക് പോർട്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഏതൊക്കെ പോർട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്, ഇൻബൗണ്ട് പോർട്ട്സ് ഏതൊക്കെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കിപ്പം ഒരു SSH ക്ലയൻറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ SSHൻ്റെ ഡിഫോൾട്ട് പോർട്ട് വരുന്നത് 22 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് തൽക്കാലം ആ ഒരു പോർട്ട് മാത്രം ഓപ്പൺ ചെയ്തിരുന്നാൽ മതി ഇൻബൗണ്ട് കണക്ഷൻസിന് വേണ്ടിയിട്ട്. ബാക്കി നമ്മളിപ്പോൾ പ്രത്യേകിച്ച് വേറെ സെർവേഴ്സ് ഒന്നും ഇപ്പോൾ റൺ ചെയ്യുന്നില്ല. ഇപ്പോൾ വെബ് സെർവറോ FTP സെർവറോ അങ്ങനെ സെർവേഴ്സ് ഒന്നും റൺ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ കണക്ട് ചെയ്താൽ മാത്രം മതി നമ്മൾ ഈ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന ലിനക്സ് വിർച്വൽ മെഷീനിലോട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പോർട്ട് നമ്പർ 22 മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്.
അപ്പോൾ അത് നമ്മൾ ആ സെലക്ഷൻ അവിടെ എനേബിൾ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ടാക്സ്. അപ്പോൾ നമുക്ക് ടാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പം നെയിം വന്നിട്ട് ഇപ്പം ലിനക്സ് VM എന്ന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂ പ്ലസ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ കൊടുത്ത ക്രൈറ്റീരിയസ് എല്ലാം ചെക്ക് ചെയ്ത് വാലിഡേഷൻ പാസ്ഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് നമുക്കിനി ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് എല്ലാം ഇവിടെ അത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ബാക്ക് അടിച്ചിട്ട് ചേഞ്ചസ് വരുത്താം. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്കൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഇവിടെ ഡൗൺലോഡ് പ്രൈവറ്റ് കീ ആൻഡ് ക്രിയേറ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ വരും. അതായത് നമ്മൾ പുതിയതായിട്ടൊരു പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തത് നമുക്ക്. അതായത് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന ലിനക്സിൻ്റെ വിർച്വൽ മെഷീനിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ പ്രൈവറ്റ് കീ ഒരു പ്രാവശ്യം മാത്രമേ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരികയുള്ളൂ. അതായത് ഈ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തതിന് തൊട്ട് മുൻപായിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മളെടുത്ത് സൂക്ഷിക്കുക. അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് പ്രൈവറ്റ് കീ ആൻഡ് ക്രിയേറ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു കീ നമുക്കിവിടെ ഡൗൺലോഡായി കിട്ടിയിരിക്കുകയാണ്. ഒരു കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു എറർ മെസ്സേജ് കാണിച്ചിരിക്കുകയാണ്. വാലിഡേഷൻ ഫെയിൽഡ്, റിക്വയർഡ് ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ് ഓർ നോട്ട് വാലിഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ ഒരു ഡൗൺലോഡായി കിട്ടിയിട്ടുള്ള ഈ പ്രൈവറ്റ് കീ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ലൊക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് വർക്കിംഗ് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ആ പ്രൈവറ്റ് കീ ഞാനൊന്ന് കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിലോട്ട് തൽക്കാലം കൊണ്ട് പേസ്റ്റ് ചെയ്തിടുകയാണ്. നമുക്ക് ആ കാണിച്ച നമ്മുടെ വാലിഡേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. കാരണം ഈ ഒരു മെസ്സേജ് ഞാനിപ്പോൾ ഇവിടെ നോക്കി പോകുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു മെസ്സേജസ് വാലിഡേഷൻ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് എന്താണ് അതിൻ്റെ റീസൺ എന്നൊന്ന് നോക്കി പോവാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡൗൺലോഡ് പ്രൈവറ്റ് കീ ആൻഡ് ക്രിയേറ്റ് റിസോഴ്സ് കൊടുത്തപ്പോഴാണ് നമുക്കത് ഈ ഒരു എറർ മെസ്സേജ് വന്നു. നമുക്ക് കീ ഓൾറെഡി ഡൗൺലോഡായി കിട്ടി. നമുക്ക് ഇനി എറർ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റിട്ടേൺ ടു ക്രിയേറ്റ് എ വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കൊടുത്തു. നമുക്കിവിടെ നോക്കാം എന്താണെന്നുള്ളത്. ബേസിക്സ് എന്ന് പറഞ്ഞൊരു ടാബ് കണ്ടില്ലേ, ഇപ്പോൾ 3 ടാബ്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് സെറ്റിങ്സ് എല്ലാം നമ്മൾ ചെയ്ത്, അപ്പം ബേസിക് ടാബിലാണ് നമുക്ക് ആ ഒരു എറർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ടാബ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതായത് ദ റിസോഴ്സ് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് എക്സിസ്റ്റിംഗ് റിസോഴ്സസ്, ചൂസ് ആൻ എംപ്റ്റി റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ലിനക്സ് ഗ്രൂപ്പ് എന്നും പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു റിസോഴ്സ് ഗ്രൂപ്പിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് റിസോഴ്സ് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ ലിനക്സ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഞാൻ ഓൾറെഡി റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഉള്ളത് കൊണ്ടാണ് വീണ്ടും അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഒരു എറർ മെസ്സേജ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് പുതിയൊരു റിസോഴ്സ് ഗ്രൂപ്പ് നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പേര് കൊടുക്കാം, ലിനക്സ് ന്യൂ ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ തൽക്കാലം വേറെ എറേഴ്സ് ഒന്നുമില്ല. ആ ഒരു എറർ ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റിവ്യൂ പ്ലസ് ക്രിയേറ്റ് കൊടുക്കാം. പ്രൈവറ്റ് കീ ഡൗൺലോഡ് ആയത് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വാലിഡേഷൻ വീണ്ടും പാസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് വീണ്ടും ആ ഒരു സ്റ്റെപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് വീണ്ടും പ്രൈവറ്റ് കീ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ് പുതുതായിട്ട്. അപ്പോൾ നമുക്ക് ഈ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്ന പ്രൈവറ്റ് കീ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഡൗൺലോഡ് പ്രൈവറ്റ് കീ ആൻഡ് ക്രിയേറ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഇപ്പോൾ രണ്ടാമത് വന്ന പ്രൈവറ്റ് കീ ആണിത്, ലിനക്സ് VM കീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത് വീണ്ടും ഒന്ന് ഡെസ്ക്ടോപ്പിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ഞാൻ മുമ്പ് നമുക്ക് കിട്ടിയ പ്രൈവറ്റ് കീ ഉണ്ട്, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, ഞാൻ വീണ്ടും അത് ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് വന്ന ലാസ്റ്റ് കിട്ടിയ പ്രൈവറ്റ് കീ ഞാനിവിടെ കോപ്പി ചെയ്തിട്ടു. അപ്പോൾ ഈ എറേഴ്സ് ഞാനിപ്പോൾ ഇവിടെ ടാക്കിൾ ചെയ്ത് നിങ്ങളെ കാണിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കത് ഇങ്ങനെ ഒരു എറർ നിങ്ങൾക്കും വരുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം എറർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇപ്പം റിസോഴ്സ് നമുക്ക് ഓൾറെഡി റിസോഴ്സ് ഗ്രൂപ്പ് എല്ലാം ഓൾറെഡി ക്രിയേറ്റഡ് ആണെങ്കിൽ, മുമ്പ് നമ്മൾ എന്തെങ്കിലും റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഈസ് ഇൻ പ്രോഗ്രസ് ഓപ്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ലിനക്സ് VM ഡിപ്ലോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ വിൻഡോസ് VM ക്രിയേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു വിർച്വൽ മെഷീൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് അഷ്യൂർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് സെക്യൂരിറ്റി ഗ്രൂപ്പ്, വിർച്വൽ നെറ്റ്വർക്ക്, പബ്ലിക് IP അഡ്രസ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ വിർച്വൽ മെഷീൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി വരും. നമുക്കിത് വൺസ് നമുക്ക് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ റിസോഴ്സസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മുടെ VM കൂടാതെ അതിൻ്റെ കൂടെ ഡിപ്ലോയ് ആയിരിക്കുന്നതെന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് പ്രോസസ്സ് കഴിയാനായിട്ട് ഓക്കെ, ഇപ്പോൾ നമുക്കിത് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ അതിൻ്റെ ഒരു മെസ്സേജും വരും, ഡിപ്ലോയ്മെൻറ്റ് സക്സീഡഡ് എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ബാക്കി ഒരു ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് അത് നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഡിപ്ലോയ്മെൻറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഗോ ടു റിസോഴ്സസിലോട്ട് പോവാം. റിസോഴ്സസിലോട്ട് പോയി അപ്പം നമുക്ക് ഇവിടുത്തെ ബേസിക് ഇൻഫർമേഷൻസിനെല്ലാം ഇവിടെ കിട്ടും. അതായത് നമ്മുടെ ലിനക്സ് VM എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കൊടുത്തതാണ് നമ്മൾ വിർച്വൽ മെഷീന്, അതിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അണ്ടറിലാണ് ബാക്കി ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണിക്കുന്നത്. ബാക്കി അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് പബ്ലിക് IP അഡ്രസ്സാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പബ്ലിക് IP അഡ്രസ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ഇവിടെ കാണിക്കും. നമ്മുടെ സൈസ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫ്രീ അക്കൗണ്ടിൽ നമുക്ക് ഈ ഒരു സൈസ് മാത്രമേ അതിന് എലിജിബിൾ ആയിട്ടുള്ളൂ. തൽക്കാലം നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി അതിൻ്റെ അത്യാവശ്യം ബാക്കി മോണിറ്ററിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അതൊക്കെ നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ തൽക്കാലം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുന്ന് ഓൾ റിസോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ലിനക്സ് VM നമ്മൾ മെയിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ നമ്മൾ വിർച്വൽ മെഷീൻ. അപ്പോൾ അത് കൂടാതെ അതിനെ അസോസിയേറ്റ് ചെയ്ത് ബാക്കി വന്നിട്ടുള്ള റിസോഴ്സസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് പബ്ലിക് IP അഡ്രസ്സ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്, വിർച്വൽ നെറ്റ്വർക്ക്, അങ്ങനെ ഡിസ്ക്, SSH കീ 2 വന്നതിന് കാരണം നമ്മൾ 2 പ്രാവശ്യം ഒരു എറർ വന്നപ്പോൾ നമ്മൾ 2 പ്രാവശ്യം രണ്ടാമത് ഒന്നുകൂടെ നമ്മൾ ക്രിയേഷൻ കൊടുത്തതുകൊണ്ടാണ് 2 വിർച്വൽ മെഷീൻ കീ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ലാസ്റ്റ് വന്നാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബാക്കി റിസോഴ്സസ് എല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും എന്നുള്ള ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത് ഇപ്പം. ഓക്കെ, അതുപോലെ നമ്മളൊരു വിർച്വൽ മെഷീൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ വിർച്വൽ മെഷീൻ മാത്രമേ അത് ഡിലീറ്റ് ചെയ്യുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ബാക്കി അസോസിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വന്ന ഈ പറഞ്ഞ റിസോഴ്സസ് എല്ലാം നമ്മൾ മാനുവലി തന്നെ ഡിലീറ്റ് ചെയ്യണം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ വിർച്വൽ മെഷീൻ നമ്മൾ സെലക്ട് ചെയ്തു. നമുക്കിനി എങ്ങനെ നമുക്ക് നമ്മുടെ ലിനക്സ് വിർച്വൽ മെഷീനിലോട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ വിൻഡോസിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസ് 10ൻ്റെ കൂടെ തന്നെ വന്ന് നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് ക്ലയൻറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ലിനക്സിലോട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് ഒരു SSH ക്ലയൻറ്റാണ് നമുക്ക് വേണ്ടത് ലിനക്സിലോട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് SSH ക്ലയൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് SSH ക്ലയൻറ്റ്സ് അവൈലബിൾ ആണ്, ഫ്രീ അവൈലബിൾ ആണ്, പെയ്ഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്, പ്രീമിയം സർവീസസ് എല്ലാം ഉള്ളത്. അപ്പോൾ അതിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഫ്രീ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടി എന്ന് പറഞ്ഞൊരു ക്ലയൻറ്റാണ് നമുക്ക് പോപ്പുലറായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുട്ടി തന്നെ ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് പുട്ടി ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ലിനക്സ് വിർച്വൽ മെഷീനിലോട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിനി നോക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ പോകുന്നത് നമുക്കൊരു വിൻഡോസ് ഡെസ്ക്ടോപ്പിൽ നിന്നും നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ലിനക്സ് വിർച്വൽ മെഷീനിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ലിനക്സ് മെഷീനിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് സിമിലർ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്കൊരു വേറൊരു സെഷൻ ഞാൻ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ലിനക്സിൽ നിന്ന് കുറച്ചുകൂടെ സ്ട്രൈറ്റ് ഫോർവേഡ് മെത്തേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് കുറച്ചൊരു കോംപ്ലക്സിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു വിൻഡോസ് ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് ലിനക്സ് വിർച്വൽ മെഷീനിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് പുട്ടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും പുട്ടി ജെൻ എന്ന് പറയുന്ന വേറൊരു പ്രോഗ്രാമും നമുക്ക് 2 ചെറിയൊരു യൂട്ടിലിറ്റീസാണ്. നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുട്ടി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു putti.org എന്ന് പറഞ്ഞൊരു സൈറ്റ് ഫസ്റ്റ് ലിങ്ക് ആയിട്ട് കിട്ടും. നമ്മൾ അത് എടുക്കുക. അവിടെ ഡൗൺലോഡ് പുട്ടി എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് പുട്ടി എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നിങ്ങളത് താഴോട്ട് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 exe ഫയൽസാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഒന്ന് നമുക്ക് ആക്ച്വൽ പുട്ടി അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ 64 ബിറ്റ് നിങ്ങളുടെ സിസ്റ്റം 32/64 ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ആ ഒരു വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. putti.exe 64 ബിറ്റ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. അത് ഞാൻ സേവ് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റായിട്ട് putti.gen.exe എന്നും പറഞ്ഞ് വേറൊരു exe ഫയലും യൂട്ടിലിറ്റിയും കാണാൻ സാധിക്കും, കീ ജനറേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതും ഞാൻ സേവ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ 2 ഫയൽസ് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് putti.exeയും പിന്നെ ഒന്ന് putti.gen.exe എന്നും പറഞ്ഞിട്ട്.
അപ്പോൾ ഇതിൽ പുട്ടി gen.exe ആണ് നമുക്ക് ആദ്യം ഒരു കീ ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്കിപ്പോൾ ഇതിന് നമുക്കിങ്ങനെ പുട്ടി ജനറേഷൻ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നത്, നമുക്കിപ്പോൾ ഈ ലിനക്സിൻ്റെ വെർച്വൽ മെഷീനിൽ നിന്ന് നമുക്ക് ഡൗൺലോഡായി കിട്ടിയ ഈ പ്രൈവറ്റ് കീ, ആക്ച്വലി ഈ പ്രൈവറ്റ് കീ നമുക്ക് ഡയറക്റ്റ്ലി നമുക്കൊരു ലിനക്സ് മെഷീനിൽ നിന്ന്, ഒരു ലിനക്സ് ഡെസ്ക്ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ വെർച്വൽ മെഷീൻ, ലിനക്സിൻ്റെ വെർച്വൽ മെഷീനിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്രൈവറ്റ് കീ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിൻഡോസിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഈ പുട്ടി ജെൻ എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ഉപയോഗിച്ചിട്ട് ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യുന്നതിനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ പുട്ടി gen.exe റൺ ചെയ്യുക. അത് റൺ ചെയ്തിട്ട് ഇവിടെ ലോഡെന്ന് കൊടുക്കുക. ലോഡ് കൊടുത്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പ്, അതായത് നമ്മുടെ ഈ പ്രൈവറ്റ് കീ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ എടുത്തിട്ട് ഇവിടെ ഓൾ ഫയൽസ് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു ഫയൽ, നമ്മുടെ ഈ ഫയൽ നമുക്കിവിടെ കിട്ടുന്നത് പോലെ ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഇവിടെ സേവ് പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് വിൻഡോസിൽ യൂസ് ചെയ്യുന്ന രീതി ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സേവ് പ്രൈവറ്റ് കീ വീണ്ടും കൊടുക്കുക, ഇവിടെ എസ് കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ നിന്നൊക്കെ തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം, ഡെസ്ക്ടോപ്പ് തന്നെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു പേര് കൊടുക്കുക, അതിന് ലിനക്സ് VM കീ എന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ലിനക്സ് VM കീ എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു. ലിനക്സ് VM കീ ന്യൂ എന്നും പറഞ്ഞ് കൊടുക്കാം, ജസ്റ്റ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അതിൽ നമുക്ക് എന്നിട്ട് സേവ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് പുട്ടി ജെൻ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റിയുടെ യൂസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജനറേറ്റായി വന്ന ഈ ഫയൽ കണ്ടില്ലേ, ഇതിൻ്റെ എക്സ്റ്റൻഷൻ വന്നിട്ട് PPK എന്ന് പറഞ്ഞൊരു ഫയലാണ് ഇപ്പം നമുക്ക് ഈ കൺവെർട്ടായി നമ്മൾ സേവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. നേരത്തെ നമുക്ക് ഡൗൺലോഡായി ഡിഫോൾട്ട് കിട്ടിയത് PEM എന്ന് പറഞ്ഞ ഫയലാണ്. അപ്പോൾ നമ്മൾ ലിനക്സ് മെഷീനിൽ നിന്നാണ് നമ്മുടെ ഈ വെർച്വൽ മെഷീനിലോട്ട്, ലിനക്സിൻ്റെ വെർച്വൽ മെഷീനിലോട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ PEM ഫയൽ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ വിൻഡോസ് ഡെസ്ക്ടോപ്പ് മെഷീനിൽ നിന്നാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്ത ലിനക്സ് വെർച്വൽ മെഷീനിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയലാണ് ഇപ്പം നമ്മൾ കൺവെർട്ട് ചെയ്തെടുത്ത PPK ഫയൽ. അതായത് PM ഫയലിനെ നമ്മൾ കൺവെർട്ട് ചെയ്ത് PPK ഫയലാക്കി എടുത്തു, നമ്മുടെ ഈ പുട്ടി ജെൻ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റി യൂസ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ PPK ഫയലാണ്. ഇനി നമുക്ക് പുട്ടി ജെന്നിൻ്റെ ആവശ്യമില്ല. നമുക്കിനി putti.exe ഉപയോഗിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ putti.exe നമ്മളിവിടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അവിടെ നമുക്ക് ഇവിടെ ഹോസ്റ്റ് നെയിം ഓർ IP അഡ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അവിടെ വേണ്ടത് നമ്മളെ പബ്ലിക് IP നമ്മളവിടെ കൊടുക്കുക. നമ്മുടെ വിർച്വൽ മെഷീൻ്റെ പബ്ലിക് IP 2397 ഈ ഒരു പബ്ലിക് IP ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു യൂസർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ യൂസർ നമ്മൾ അഷ്യൂർ യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു യൂസർ നെയിമും കൂടെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അഷ്യൂർ യൂസർ എന്നും പറഞ്ഞിട്ട്, അഷ്യൂർ യൂസർ അറ്റ് ഈ ഒരു പബ്ലിക് IPയിലോട്ട്, അഷ്യൂർ യൂസർ അറ്റ് ഈ ഒരു പബ്ലിക് IPയിലോട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു സെഷൻ ഒരു പേര് കൊടുക്കാം. നമുക്ക് ലിനക്സ് VM ന്യൂ എന്നും പറഞ്ഞിട്ടൊരു പേര് കൊടുക്കുക. എന്നിട്ട് സേവ് ഇവിടെ കൊടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ വരുമ്പോൾ ഇവിടെ SSH എന്നും പറഞ്ഞൊരു ടാബുണ്ട്, ആ ഒരു ഓപ്ഷനുണ്ട്. അത് എക്സ്പാൻഡ് ചെയ്യുക. അവിടെ ഓത്ത് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അവിടെ ബ്രൗസ് ചെയ്ത് നമ്മളിപ്പോൾ ഈ കൺവെർട്ട് ചെയ്ത് വെച്ച PPK ഫയൽ ഡെസ്ക്ടോപ്പിലുള്ള അത് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഇതിന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വേറെ ഒരിടത്തും ഒന്നും ചെയ്യാതെ ഇവിടെ സെഷൻ എന്ന് പറഞ്ഞത് വീണ്ടും എടുത്തിട്ട് സേവ് ഒന്നുകൂടെ കൊടുക്കുക. ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് വാണിംഗ് ചോദിക്കും, നിങ്ങൾ എസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അഷ്യൂർ യൂസർ അറ്റ് ലിനക്സ്. ഈ അഷ്യൂർ യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചോദിച്ച യൂസർ നെയിമാണ്. ഡിഫോൾട്ട് അത് തന്ന യൂസർ നെയിമാണ് അഷ്യൂർ യൂസർ. നമുക്ക് വേണമെങ്കിൽ അവിടെ വെച്ചത് മാറ്റാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ലിനക്സിൻ്റെ വിർച്വൽ മെഷീനിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. നമുക്കിനി വേണമെങ്കിൽ റൂട്ടായിട്ടൊക്കെ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വർക്ക് ലോഡ്സ് എല്ലാം ഡിപ്ലോയ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു തന്നത് ഒരു ലിനക്സിൻ്റെ വിർച്വൽ മെഷീൻ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാമെന്നും ആ വിർച്വൽ മെഷീനിലോട്ട് ഒരു വിൻഡോസ് PCയിൽ നിന്നും എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഒരു ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒന്ന് ചെയ്ത് നോക്കുക, വളരെ പ്രാക്ടിക്കലി ചെയ്ത് നോക്കുന്നതിലാണ് കാര്യം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയോ എൻ്റെ ഒരു വാട്സപ്പിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. എല്ലാ സെഷൻസിലും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേദി ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. കാണുന്നവർ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിന് ഇടയ്ക്കൊന്ന് ദയവേദി ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.